ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നവരാത്രി ആരംഭമാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ കലശമൊക്കെ പറഞ്ഞ ടൈമിങ്ങിൽ തന്നെ വച്ചിട്ടുണ്ട്. ഞാൻ ദൃക്പഞ്ചാംഗം നോക്കിയിട്ടാണ് ടൈമിംഗ് എടുക്കുന്നത്. അപ്പോൾ ആ ടൈമിങ്ങിൽ തന്നെ ഞാൻ വച്ചു കഴിഞ്ഞു. ദേവിയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചു. ഒരു വസ്ത്രമൊക്കെ ഉടുപ്പിച്ചു. കലശം വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ദുർഗാദേവിയുടെ മുഖമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മാ ശൈലപുത്രിയാണ്. അപ്പോൾ ഞാൻ അവിടെ ദേവിക്കായിട്ട് ഒരു കോടി വസ്ത്രം, പിന്നെ ബ്ലൗസിൻ്റെ തുണികൾ, കൺമഷി, പൊട്ട്, ചാന്ത്, കുപ്പിവള, പിന്നെ ദക്ഷിണയും മഞ്ഞൾ, കുങ്കുമം, അതുപോലെ തന്നെ നൈവേദ്യമായിട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സും പഴവുമാണ് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗണപതിയെ പൂജിച്ച് വച്ചിട്ടുണ്ട്. അവിടെ ഞാൻ കറുകമാലയൊക്കെ വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദേവിമാരെയൊക്കെ ഞാൻ വളരെയധികം അലങ്കരിച്ചൊക്കെ വച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മുഴുവൻ സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ. എന്നിരുന്നാലും ഞാൻ വളമാലയൊക്കെ തന്നെത്താനെ കോർത്ത് എല്ലാ ദേവിമാർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അലങ്കരിച്ച്, അതായത് കുളിപ്പിച്ച് അലങ്കരിച്ച് നല്ല ഭംഗിയിലാണ് വച്ചിരിക്കുന്നത്, എന്നാൽ കഴിയുന്ന വിധം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇന്ന് ഭാഗ്യവശാൽ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു താമരപ്പൂവും കിട്ടി. അപ്പോൾ അതും ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നവരാത്രി ഫസ്റ്റ് ഡേ തുടങ്ങിയിരിക്കുന്നു. ഇനി പ്രാർത്ഥനയും ഒക്കെ ആയിട്ടുള്ള 9 ദിവസം കടന്നു പോവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ. ഇതാണ് എനിക്ക് വീട്ടിലുണ്ടായ താമരപ്പൂ. ഭഗവതി അലങ്കരിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.